ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. സുഹൃത്തുക്കളെ, ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു യാത്രയിലാണല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫ് മാഷുടെ സുഹൃത്തുക്കളുടെ കൂടെയാണെന്നുള്ളത്. അപ്പോൾ ഞാനൊരു വ്ളോഗർ എന്നുള്ള നിലക്ക് അദ്ദേഹം എന്നെ സ്പെഷ്യലായിട്ട് ക്ഷണിച്ചതാണ് വയനാട്ടിലാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ. എന്താണ് യാത്ര ഗംഭീരല്ലേ? എന്താണ് ഇങ്ങനെ ഒരു കോഴിക്കോട് ജില്ലയിലെ നെരിക്കിനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1983 SSLC പരീക്ഷ എഴുതിയ ഒരു ടീമിൻ്റെ ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗെദർ 83 ബാച്ച്. അപ്പോൾ ഈ 83 ബാച്ച് 41 വർഷം മുമ്പ് SSLC പരീക്ഷ എഴുതിയെങ്കിലും 44 വർഷം മുമ്പ് പരിചയപ്പെട്ടവരാണ് അധികം. അതിൽ 50 വർഷം മുമ്പ് പരിചയപ്പെട്ടവരുമുണ്ട്. ഏതായാലും അവരുടെ ഒരു കൂടിച്ചേരലാണ് ഇന്ന് നടക്കുന്നത്. വയനാട്ടിലേക്കുള്ളൊരു യാത്രയാണ്. ഏറ്റവും നല്ലൊരു അന്തരീക്ഷമാണ് ഇന്നുള്ളത്. നല്ല കാലാവസ്ഥയാണ്. അതിൽ കലാകാരനായ രാജൻ, അത് അന്നത്തെ ലീഡറായിട്ടുള്ള കലാമാഷ്, ഇന്നത്തെ കൺവീനർ കൂടിയായ ശശി മലയിൽ, അങ്ങനെയുള്ള എല്ലാവരും ഇതിലുണ്ട്. കോർഡിനേറ്ററാണ് ഇതിൻ്റെ. പിന്നെ അതുകൂടാതെ ഹരിയുണ്ട്, കൃഷ്ണൻകുട്ടി, ബഷീർ, ജയരാജൻ, രാജൻ തുടങ്ങിയവരെല്ലാവരും ഇതിലുണ്ട്. ഏതായാലും അപ്പോൾ നിങ്ങൾ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടുന്നത്? 41 വർഷമായി SSLC പരീക്ഷയിൽ. അതിനുശേഷമുള്ള ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ്. 300ഓളം കുട്ടി ടുഗെദറായിട്ട് എല്ലാവരും ആ ബാച്ചിലുള്ള 300ഓളം ആൾക്കാർ ഒരുമിച്ച് കൂട്ടി ഉടൻ തന്നെ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു യാത്ര, ഒരു കൂടിച്ചേരലാണല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് വളരെ വ്യത്യസ്തമായ ഒരു സംഘമാണ്. കാരണം വിവിധ ബാച്ചുകളിലെ ആളുകൾ ഇവിടെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെ ഏതായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഘമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നെരിക്കിനി സ്കൂളിലെ PTA പ്രസിഡന്റ് കൂടിയായി ബഷീർ മാഷ്. ബഷീർ മാഷ്, അത് ശരി. അപ്പോ ഇതിലൊന്നുമല്ല. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 43 വർഷം മുമ്പുള്ള പരിചയപ്പെട്ട് ഒരു നാട്ടുകാർ, അത് ഏറ്റവും രസമാണ്. ഒരു പ്രദേശത്തുകാരാ, ഒരു നിയറസ്റ്റ് ഉള്ള ആൾക്കാർ ഒരു ട്രിപ്പ് എന്നൊന്നും പറഞ്ഞോ, നമ്മളൊരു കൂടിച്ചേരല്, ഒന്ന് ഒരുമിച്ച് ഒരു യാത്ര ചെയ്യാം. അപ്പൊ അതിൽ ട്രിപ്പ് എന്നുള്ള ഉപരിയായിട്ട് ഒരു യാത്ര എന്നുള്ളതാണ് നമ്മളെ സന്തോഷം. അപ്പൊ പല ആൾക്കാരൊക്കെ ഒന്ന് ഒരുമിച്ചിരുന്ന് ഒരു ചായ കുടിച്ച്, അല്ലെങ്കിൽ തമാശ പറഞ്ഞ് എവിടെയെങ്കിലും കുറച്ച് ഇരുന്ന്, അല്ലാണ്ട് ഇപ്പൊ നമ്മളിപ്പോ യൂത്തിന്റെ മാതിരി ട്രിപ്പ് ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയല്ല. നമുക്ക് ഒരുമിച്ചിരിക്കുക, വർത്താനം പറയാം, നാടൻ കഥ. നമ്മളൊക്കെ ഞാനിപ്പോ ഗ്രാൻഡ് പേ ഞാനല്ല, ഞാന് ഗ്രാൻഡ് പേ ആണ്, അഷ്റഫ് ഗ്രാൻഡ് പേ, ഹരി ഗ്രാൻഡ് പേ ആയിക്കില്ല. അപ്പൊ ഞങ്ങളൊക്കെ ഗ്രാൻഡ് പേ ആയി. എന്നാലും ഞങ്ങൾ എന്താണ്, ചെറുപ്പമാണ്. നമ്മള് ചെറുപ്പമാണ്. ഈ പ്രസിഡന്റ് പോലെ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എനിക്കൊന്നും എങ്ങനെയാണ്, രാജനുണ്ട്, എങ്ങാണ്. അപ്പൊ എന്തായാലും നമ്മളത് ഈ ഒരു ഇരുത്തം നമ്മളൊന്ന് ഉഷാറാക്കിക്കൊണ്ടു കുറച്ചുകൂടി മുന്നോട്ട് നമ്മൾ വീണ്ടും എന്താ ഒന്ന് നല്ലൊരു വൈബിലേക്ക് വലിയ യാത്രന്റെ പിന്നെ 1983 GHS നരിക്കിനി, കോഴിക്കോട് ജില്ലയിലെ പിന്നെ GHS നരിക്കിൻ്റെ 83 ബാച്ചിലെ പിന്നെ വലിയൊരു ടീമാണ്. വലിയൊരു ഗ്രൂപ്പുണ്ട്, വലിയൊരു കൂട്ടായ്മയുണ്ട്. അതിന് ഞങ്ങൾ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു തുടക്കം കുറച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു 15 പേര്, ഞങ്ങൾ സെലക്റ്റീവായിട്ടുള്ള 15 പേര് അതിനൊരു ഒരു കീ കൊടുത്തിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ ഉല്ലാസ യാത്രകളുടെ എൻജോയ്മെന്റ് വൈബിന്റെ ഒരു കാലഘട്ടം തന്നെ ഞങ്ങൾ മുന്നോട്ട് ഓക്കെ. നമ്മളെ വണ്ടീന്റെ ഓക്കെ കാര്യം
അതല്ല മക്കളെ നിങ്ങൾക്ക് ഓർമ്മ കുഴിക്കാടി പോണ്ടോ സ്നേഹപ്രഭ ടീച്ചറെ അത് അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ സ്കൂള് കഥകളിങ്ങനെ പറഞ്ഞു പോകുന്ന നേരം അതിലുള്ള ഒരു വീഡിയോ ആയിട്ട് വരും. നമ്മുടെ ബഷീറേ, സുഹൃത്തുക്കളെ, വയനാട്ടിലാണ് ഉള്ളത്. നെല്ലറച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഗംഭീര വ്യൂ ആണ് നെല്ലറച്ചാൽ. ആ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഞാൻ താഴെ പോയി തടുക്കാൻ രണ്ടാളെ ആകെട്ടെ അത് ഭയങ്കര ഇതായിരിക്കും, ഭയങ്കര 1000 മില്യൺ അല്ലേ ഇതിലൊക്കെ ഇങ്ങനെ പോകുന്നല്ലോ. ഇവിടെ എന്താ ഞാൻ മിസ്റ്റർ അബ്ദുൽ സലാം, മിസ്റ്റർ മുഹമ്മദ് ബഷീർ PP and Mr. Rajan and Mr. Dr. J. Raj and myself Muhammad Ashraf. Okay. താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓപനകൾ കാട്ടിലെ കിങ്ങിണികൾ നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാട്ടിലെ കിങ്ങിണികൾ തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമനകൾ കാട്ടിലെ കിങ്ങിണികൾ. കൈ പിടിക്കും ബഷീറേ. ഇതൊരു കൈത്താങ്ങാണ്. നരിക്കിനി സ്കൂളില് ഇപ്പോൾ പഠിക്കുന്ന 3000-ഓളം കുട്ടികൾക്ക് ഇതൊരു കൈത്താങ്ങാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള അതെ 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 GHS നരിക്കിനി വർഷം മുമ്പേ നരിക്കിനി സ്കൂളിൽ പഠിച്ച കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് 83 ബാച്ച്. ഇതാ പ്രകൃതിയുടെ ഭൂമിയുടെ ഈ ഔഷധം ഞങ്ങൾ ഞങ്ങളിലേക്ക് പകരുകയാണ്. ഒട്ടകങ്ങൾ വരി വരി വരിയായി, മരങ്ങൾ നിര നിര നിരയായി, നടന്നോളൂ. യെസ്, കറക്റ്റ്. അല്ല ചങ്ങായിമാരെ പൂളെ കേടി ഓരോ ജീറ്റാക്കാനാവില്ല. ചാടിക്കാം അങ്ങോട്ട് പുഴയിലേക്ക്. ഇവിടെ കിടക്കുക, കൈ കുറച്ച് കിടക്കുക. ഓക്കെ, സജിത് മാഷ് ആയിട്ടില്ല ആയിട്ടില്ല ആയിട്ടില്ല. ഇപ്പൊ ചാടരുത്, ഇപ്പൊ ചാടരുത്. അങ്ങനെ നെല്ലറച്ചാൽ ഗംഭീര ബ്യൂട്ടിഫുൾ ബ്യൂട്ടി.
ഈ നെല്ലറച്ചാലിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, ചാലിലെത്തിയാൽ നമുക്ക് രാജ്യത്തെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിടിക്കണം, എല്ലാവരും കൂടി പിടിക്കണം രാജ്യം. ഓക്കെ, താങ്ക് യു മിസ്റ്റർ ശശി. പറഞ്ഞോളൂ പോരെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ന് നരിക്കിനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 83 ബാച്ചിന്റെ ഒരു ഗെറ്റ് ടുഗദർ ആണ്. അല്ല, കഥക്കുന്നുണ്ട് അവിടെ കറങ്ങിയിട്ട്. കൃഷ്ണൻകുട്ടി തുടങ്ങിയ എല്ലാരും ഫുൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രായമൊന്നും ഇപ്പൊ ഞങ്ങൾ എല്ലാരും കുട്ടികളാണ്. 17 വയസ്സുള്ള കുട്ടികളാണ്. ബഷീർ ഉൾപ്പെടെയുള്ള എല്ലാരും കൂടി ഒരു പാട്ട് പാടിക്കോളി. പാടി വിദഗ്ധനായ ഏതെങ്കിലും. അപ്പോഴും പറഞ്ഞില്ലേ പോകണ്ട പോകണ്ട അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട നമ്മളെ സാജിദ് മാഷാണ് നമ്മളെ ബ്ലോഗർ. എനിക്ക് വളരെ സവിശേഷമായ കൂട്ടുകാരാണെന്ന് കിട്ടിയിട്ടുള്ളത്. നിരവധി ഇവന്റുകള് വീഡിയോ ആക്കി ജനങ്ങളിലേക്ക് എത്തിച്ച സാജിദ് മാഷ് പ്രത്യേക അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ നല്ല ഫോമിലാണല്ലോ. ഞങ്ങൾക്ക് വൈബാണ്. എന്റെ ഫ്രണ്ട്സിനെ കൂടെ ഇങ്ങനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് ആകാശത്തോളം ആവേശത്തിലാണ്. തീർച്ചയായും എല്ലാവരെയും കിട്ടല്ലേ. ഒരു അപൂർവ അവസരം തന്നെയാണല്ലോ. തീർച്ചയായും അപൂർവം തന്നെ. ജീവിതത്തിൽ ഇങ്ങനത്തെ തിരിച്ചു കിട്ടാൻ ഇതിലും വലിയ സന്തോഷം. സ്വർഗം ഇതാണ്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി സുന്ദരേ. എന്ത് തോന്നുന്നു യാത്രയെ കുറിച്ച്? ഇത്രയും വയസ്സിൽ എന്നെ ഒരു കുട്ടിയെടുക്കും ഓർമ്മയില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ വളരെ ചുറുചുറുക്കാണ്, ആരോഗ്യവാനാണ്, ഗംഭീരാണ്. പാട്ട് പാടുവോ? എന്നാലും 6 വർഷം നരിക്കിനി ഹൈസ്കൂളിലുണ്ടല്ലോ, നരിക്കിനി ഹൈസ്കൂളിനെ അടക്കി ഭരിച്ച വ്യക്തിയായിരുന്നു വിജയേട്ടൻ. അമ്മ അധ്യാപകർ വരെ അദ്ദേഹത്തോട് ഒരു റെസ്പെക്ട് ആയിരുന്നു. കാരണം 6 വർഷത്തെ പിന്നെ തകർക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് അവിടെ. അദ്ദേഹത്തിന്റെ പേരിലാണ് പിന്നീട് പ്രധാനമന്ത്രി കയറി വന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അന്ന് ദേശായി എന്നറിയപ്പെടുന്ന ഇദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി ആവേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന്റെ പേരുള്ള മറ്റൊരു മൊറാർജി ദേശായി. ദേശായി സ്കൂളിനെ അടക്കി ഭരിച്ച ആളല്ലേ? ഓ ശരിയാണ്, ദേശായി. ഓക്കെ ഓക്കെ. പ്രധാനമന്ത്രിക്ക് സ്കൂളിന്റെ പ്രധാനമന്ത്രി. അതൊരു രസമാക്കിയതാലും. ഓക്കെ. സുഹൃത്തുക്കളെ, ഞാനും നമ്മുടെ അഷ്റഫ് മാഷുടെ സ്കൂൾ ബാച്ചിനൊപ്പം ഞങ്ങൾ മൈസൂരേക്ക് പോവുകയാണ്. എന്താണ് പറയാനുള്ളത്? 1983 നരിക്കുനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച സഹപാഠികളോടൊപ്പം ആ ബാച്ചിന്റെ അപ്പൊ ബ്ലോഗറായിട്ട് നമ്മള് അപ്പോയിന്റ് ചെയ്തത് സാജിദ് മാസ്റ്ററാണ്. അദ്ദേഹത്തിന് കണ്ടമാനം ഫോളോവേഴ്സ് ഉള്ളതാണ്. ഭയങ്കര റീച്ചുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇതിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾ പറയുമ്പോ വിചാരിക്കണം സത്യം പറയുന്നവര് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. മുത്താണുങ്ങള്. അതെ. യാത്രക്കിടയിൽ കപ്പ വിതരണം നടത്തുകയാണ്. നമ്മുടെ വിജയേട്ടൻ കപ്പ വിതരണം നടത്തുകയാണ്. ഇതാരാണ് ഇത് കൊണ്ടുവന്നത്? കൃഷ്ണൻകുട്ടിയേട്ടനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാ എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. ഈ കപ്പ നല്ല വയൽ കപ്പ. കൃഷ്ണൻകുട്ടി റിട്ടയർഡ് ഫ്രം പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. കൃഷ്ണൻകുട്ടിന്റെ വൈഫ് ആദരണീയായ നിഷയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ചമ്മന്തി കപ്പ. നോക്കട്ടെ, അടുത്തൊരു കഷ്ണം കഴിച്ചോട്ടെ. കൃഷ്ണൻകുട്ടി കൃഷി ചെയ്ത ഞങ്ങളിതാ 83 ബാച്ചിൽ നിഷ. ബിഗ് സല്യൂട്ട്, ബിഗ് താങ്ക്സ് ടു യു. ഓക്കെ.
സുഹൃത്തുക്കളെ, എടക്കൽ ഗുഹ ഒരുപാട് തവണ സന്ദർശിച്ചതാണെങ്കിലും കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോ ഇവിടെ കയറി പോകുക എന്നുള്ളതാണ് ഏറ്റവും ദുർഘടമായ കാര്യം. അതേപോലെ പിന്നീട് തിരിച്ചിറങ്ങേണ്ടതുണ്ട്. ഇത് കാണുക എന്നുള്ള ഒരു ആവേശത്തിൽ കയറുന്നത് നമ്മൾ അറിയുകയേ ഇല്ല. ബട്ട് തിരിച്ചിറങ്ങുമ്പോഴാണ് ക്ഷീണം എന്നാണ് അനുഭവസ്ഥനായി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കൊക്കെ എന്താണ് പറയാനുള്ളത്? സുഹൃത്തുക്കളെ, നമ്മൾ കയറാൻ പോണത് എടക്കൽ ഗുഹയിലാന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ വ്ളോഗർ സജിത് മാഷ് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ചെറുപ്പക്കാരൊന്നല്ല, 50 കഴിഞ്ഞ നമ്മളാണ് ഇതിന്റെ മുകളിലോട്ട് കയറാൻ പോകുന്നത്. പിള്ളേരെക്കാട്ടില് സ്പീഡില് വൈബില് നമ്മളിത് ഈ ദൗത്യം പൂർത്തിയാവും. ടെൻസിങ്ങും ഇലാരും എവറസ്റ്റ് കീഴടക്കിയതുപോലെ നമ്മൾ ഇത് കീഴടക്കിയിരിക്കും. ഓക്കെ, പാട്ടുണ്ടോ? പാടൂ പാടൂ. ഇത് കേറി അവിടെ എത്തുവോ? വളരെ ആവേശത്തിലാണ്. ഇതവിടെ കയറി എത്തുവോ എന്നുള്ളത് തന്നെ സംശയമാണ് സുഹൃത്തുക്കള്. നൈസ് നൈസ്, വെരി നൈസ്, വെരി നൈസ്. അസ്രാമാഷി ഒരു സ്പോർട്സ് താരം എന്ന നിലയിൽ തന്നെ അദ്ദേഹം വളരെ ആയാസപരമായി കയറുന്നത്. പക്ഷെ എന്താണ് ഇതിലൊരു താങ്കൾ ഇൻസൈഡ് ഓഫ് ഒഫീഷ്യൽ ലുക്കിലാണല്ലോ. 25-30 വയസ്സുള്ള കാലഘട്ടത്തിലാണ് ഇവിടെ വീണ്ടും പ്രായം പറയല്ലേ. 18 ആ സമയത്തായിരുന്നു കയറിയത്. ഇതിപ്പോ ആഫ്റ്റർ 45 ഇയേഴ്സ് ഫ്രണ്ട്സുമായിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. അല്ല, താങ്കൾ ഈയിടെ ഒരു ഇന്റർനാഷണൽ താരമായി എന്നൊക്കെ കേട്ടു. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അതൊക്കെ നോർമൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ കൂട്ടുവാളി അസോസിയേഷൻ സെക്രട്ടറി അല്ലേ? 18 രാജ്യങ്ങളിൽ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി, ടീമുകൾക്ക് വേണ്ടി പങ്കെടുത്ത എനിക്ക് അതൊന്നും എനിക്കതൊരു സുഹൃത്തുക്കളെ, ഏതായാലും ഈ വ്ലോഗ് ചെയ്യുന്നതോട് അടുത്ത ഇന്റർനാഷണൽ എന്നെയും കൂട്ടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഇതാ ചൈനക്കാർ കോറി വരഞ്ഞ ചിത്രങ്ങൾ. അത് ശരി, നിങ്ങൾ ഞങ്ങളെ കാത്തു നിൽക്കുകയാണല്ലേ? ഓക്കെ ഓക്കെ. കഥകൾ കൈമാറും അനുരാഗമേ അങ്ങനെ ഞങ്ങൾ എടക്കൽ ഗുഹയിലെത്തിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും എത്തുന്നത്. അപ്പോ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. പോസിറ്റീവായിട്ട് കണക്കാക്കണം. ഞങ്ങൾ മുൻപന്തിയിൽ. അങ്ങനെ ഈ എടക്കൽ ഗുഹ സന്ദർശനത്തിൽ മൈസൂരിൽ നിന്നുള്ള ഒരു കുടുംബത്തെ ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഷബീർ ഖാൻ ഫ്രം മൈസൂർ. മൈസൂർ ബന്നി മണ്ഡപം. ഓക്കെ, ഗാന ഫോർ ഹിന്ദി गाना यस गाना अच्छा सिंग मेरा दिल ये पुकारे आजा, मेरा मन में पुकारे आजा, भीगा भीगा है सामा ऐसे में है हम कहाँ, मेरा दिल ये पुकारे आजा. Nice, very nice. Thank you sir. Thank you to meet you. Welcome. എടക്കൽ ഗുഹയിലേക്ക് കയറി എത്തുക എന്നുള്ള ഈ ഹെർക്കൂലിയൻ ടാസ്ക് ആണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ചെങ്കുത്തായ കയറ്റെന്ന് പറയാറേ ഉള്ളൂ, പക്ഷേ യഥാർത്ഥാണ് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ആ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമുക്ക് എത്താനുള്ളത്. മാഷേ, എങ്ങനെയുണ്ട് മലകയറ്റോ? ഗംഭീരല്ലേ? ആ ടോപ്പല്ലേ? ഓക്കെ, യെസ്.
എടക്കൽ ഗുഹയിൽ കുറേ കാലങ്ങൾക്ക് മുമ്പാണ് വന്നത്. അതിന് ശേഷം ഇപ്പം ഇന്ന് വരികയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അസ്രഫ് മാഷയുടെ കൂടെയുള്ള അവരുടെ സുഹൃത്തുക്കളുടെ ഒരു സംഘത്തിൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ ഏതായാലും എടക്കൽ ഗുഹ സന്ദർശിക്കാത്തവർ ഒരിക്കൽ എങ്കിലും സന്ദർശിക്കാൻ ശ്രമിക്കുക. വളരെ രസകരമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെയധികം ഉയരത്തിൽ നിൽക്കുന്ന എൻ്റെ ചരിത്രമൊന്നും അവിടെ പറയുന്നില്ല. ഏതായാലും ഞാനതിൻ്റെ മുകളിലേക്ക് എത്താൻ പോവുകയാണ്. ഇതാ എനിക്ക് കുറേ കണ്ടോ, ആ മലയുടെ മുകളിലേക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇവിടെ ക്യൂ നിൽക്കുകയാണ്, അവർ കയറി പോയതിന് ശേഷം നമുക്ക് കയറാം. സുഹൃത്തുക്കളെ, അങ്ങനെ എടക്കൽ ഗുഹയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അതെ, ഏറ്റവും ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേർത്തിട്ടുണ്ട്. ഇതൊരു സംഭവമാണ്. അപ്പോൾ എടക്കൽ ഗുഹയിൽ വന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ, താഴെ നിന്നും നമ്മൾ വളരെ ആയാസപ്പെട്ട് ഏറ്റവും മുകളിലെത്തുന്നു. എന്നിട്ട് താഴോട്ട് ഒരു പഞ്ഞിക്കെട്ട് പോലെ ഉരുണ്ട് പോകുന്നു. അത് ഞാൻ പിന്നീട് ഷൂട്ട് ചെയ്ത് കാണിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ ഭാഗം അല്ലേ? അതെ അതെ. പിന്നെ എന്താണ് എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയൂ. എന്താ പറയാനുള്ളത്? ഇഷ്ടപ്പെട്ടോ? ആ പ്രത്യേക തണുപ്പില്ലേ, ഒരു AC റൂമിലും കിട്ടാത്ത. സുഹൃത്തുക്കളെ, നമുക്ക് കയറാം എടക്കൽ ഗുഹയിലേക്ക്. ഓക്കെ, നമ്മൾ കയറല്ലേ മുകളിലോട്ട്? ഓക്കെ. അല്ല, നമ്മളെ മെല്ലെ വരൂ, മെല്ലെ നീ മെല്ലെ കയറൂ, മഴവില്ലുകൾ മലരായി വിരിയുന്ന ഋതുശോഭയിൽ മെല്ലെ നീ മെല്ലെ വരൂ, നീ മെല്ലെ കയറൂ. പാടി ആ യെസ്. മെല്ലെ നീ മെല്ലെ വരൂ, മെല്ലെ മെല്ലെ വരൂ, മഴവില്ലുകൾ മലരായി വിരിയുന്ന ഋതുശോഭയായി മെല്ലെ നീ മെല്ലെ. ഈ വരൂ എന്നുള്ളടത്ത് കയറൂ എന്നാക്കേണ്ടതാണ്. നീ മെല്ലെ കയറൂ, നീ മെല്ലെ കയറൂ. ഓക്കെ, ഇതിന്റെ ടോപ്പിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ടോപ്പ് ഓഫ് ദ ഹിൽ, ജക്കാഞ്ചിൽ. ഓക്കെ സുഹൃത്തുക്കളെ, അങ്ങനെ ഇതാ എടക്കൽ ഗുഹയുടെ ടോപ്പ്. ഇതിപ്പോ ഇതിന്റെ അങ്ങോട്ട് പ്രവേശനമുള്ളതാണ്, ഏറ്റവും മുകളിൽ. അങ്ങോട്ട് പ്രവേശനമല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ എൻട്രി ആണ്. അപ്പം ഇതാണ് അനുവദനീയമായ ഏറ്റവും മുകളിലത്തെ സ്ഥലം. ഓക്കെ ആശേ ഇതൊക്കെ ഓളെ വരെ എത്തിയല്ലോ അല്ലേ? എൻജോയബിൾ. പാട്ട് പാടി നിങ്ങൾ പാട്ട് പാടാൻ കൂടി. ഞാനൊരു ഗായകനല്ലാത്തത് കൊണ്ട് സ്പോർട്സ് താരം, ഇന്റർനാഷണൽ ഫുട്ബോളി സെക്രട്ടറിയാണ് ഇദ്ദേഹം. സുഹൃത്തുക്കളെ, ചില്ലറ പുള്ളിയല്ല. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ നേരത്തെ ഒരു പാട്ട് പാടി. അല്ല, ഒന്ന് ഏതെങ്കിലും ഒന്ന് പാടി. നമ്മളെ ഈ എടക്കൽ ഗുഹനെ ഓർമ്മിച്ചുകൊണ്ട്. മലകളെ പഠിച്ചോളൂ, പാടൂ. പാടാം പാടാം ആരോമൽ ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, ധീര കഥകൾ, ധീര കഥകൾ, അത്ഭുത കഥകൾ പാടാം. പാടാം പാടാം ആരോമൽ ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, ധീര കഥകൾ, അത്ഭുത കഥകൾ പാടാം.
സുഹൃത്തുക്കളെ, ഇതാണ് എടക്കൽ ഗുഹയുടെ ഏറ്റവും മുകളിലുള്ള സ്ഥലം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ നേരത്തെ കാണിച്ചു, അവിടേക്ക് നമുക്ക് പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് അവിടേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല. ഇതാണ് ഇവിടെ ഏറ്റവും ഉള്ളിലുള്ള ഏറ്റവും മുകളിലത്തെ സ്ഥലമാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഏറ്റവും മുകൾ ഭാഗം, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ അനുവാദമില്ല. അപ്പോൾ ഇവിടെയാണ്, ഇതാണ് നേരത്തെ താഴെ ഒരു ഗുഹയുടെ ഭാഗം കാണിച്ചു. അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, എടക്കൽ ഗുഹയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് കയറൽ അനുവദിക്കപ്പെടില്ല, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ പോകായിരുന്നു. ഏറ്റവും മുകൾ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നേരത്തെ താഴെയുള്ള ഗുഹ നമ്മൾ കാണിച്ചു, ഏറ്റവും മുകളിലെ സ്ഥലമാണ്. വെരി ബ്യൂട്ടിഫുൾ, നല്ല തണുത്ത അന്തരീക്ഷം, പിന്നെ AC ലുക്ക്. AC അല്ല, AC കാണിക്കും. അപ്പോൾ വലിയ ലുക്കാണ്. ഇപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന രംഗമാണ് ഷൂട്ട് ചെയ്യുകയാണ്. അതാണ് ഇതിൻ്റെ മുകളിലെത്തി. എടക്കൽ ഗുഹയിലെത്തിയോളം ബാബുവേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഈ ഗുഹയെക്കുറിച്ച് പറയുന്നത്? ഗുഹ എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒരു ഫോർമേഷനാണ്. കല്ലുകൾ പൊട്ടി മാറിയിട്ടാണ് റോക്സ് ഫോമായിരിക്കുന്നത്. ശക്തമായ ഒരു ഭൂചലനത്തോടെ കല്ലുകൾ പൊട്ടി മാറിയിട്ട് ഒരു റോക്സിൻ്റെ ഫോമായിരിക്കും. അപ്പോൾ ഇതിന് ഇടയ്ക്കൽ എന്നൊക്കെ പറയാൻ കാരണമായി വരുന്നത് ആ കല്ലുകളാണ്. ഈ കല്ലുകൾ ഇരിക്കുന്നതാണ് ഇടയ്ക്കെന്ന പേര് വരുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സമുദ്ര ലെവലിൽ നിന്ന് 4000 അടി റോക്സുകളാണ്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ താമസിച്ച തെളിവായിട്ട് കുറച്ച് ചിത്രങ്ങൾ കൂടാതെ നമ്മുടെ എഴുത്ത് വാക്കുകൾ കൂടി ഉണ്ട്. തമിഴ് ബ്രാഹ്മി എന്ന ലിപിയും പിന്നെ പ്രാകൃത സംസ്കൃതം BC 300 കാലഘട്ടങ്ങളാണ് പറയുന്നത്. അപ്പോൾ ചിത്രങ്ങളിൽ തന്നെ നമുക്ക് വ്യത്യസ്തമായി കാണപ്പെടുന്നതാണ്. അതിൽ തന്നെ നമുക്ക് വേരിയേഷൻ പറയുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് ഗോത്ര സമൂഹങ്ങൾ താമസത്തിന് തെളിവായിട്ടുള്ള ഗുഹാചിത്രങ്ങളാണ്. എഴുത്തുകൾ വായിച്ചെടുത്തിട്ടുണ്ട്. തമിഴ് ബ്രാഹ്മി എന്ന ലിപി പ്രാകൃത സംസ്കൃതം. തമിഴ് ബ്രാഹ്മിയുടെ അർത്ഥം പറയുന്നത് വളരെയധികം മൃഗങ്ങളെല്ലാം കൊണ്ടിട്ടുള്ള ഗോത്ര രാജാക്കന്മാർ താമസിക്കുന്നു. പ്രാകൃത സംസ്കൃതം പറയുന്നത് കുടുംബീയ വംശജരാൽ എഴുതപ്പെടുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന ബ്രിട്ടീഷുകാരാണ്. 1894 കണ്ടുപിടിക്കുന്നത്. അവരിതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തി 1901 ഇന്ത്യൻ ആൻറ്റിക്വിറ്റി എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിലൂടെ പുറത്തുള്ളത്. ഇടയ്ക്ക് ഇത് അടച്ചിട്ടിരുന്നല്ലോ സമയത്ത് ഒരു മാസത്തോളം. അതിൻ്റെ ശേഷം ഈ സ്ലിപ്പറി ആയതുകൊണ്ടാണ്. സ്റ്റെപ്പുകൾ നമുക്കൊരു 340 സ്റ്റെപ്പുകളുണ്ട്. അത് മഴക്കാലങ്ങളിൽ വഴുക്കും, അതിനുള്ള സാധ്യതയാണ്. അതുകൊണ്ടാണ്. പിന്നെ ഇതൊരു സമുദ്ര ലെവലിൽ നിന്ന് 4000 അടിയായിട്ട് നിലകൊള്ളുന്നതാണ്. ഇടിമിന്നൽ സാധ്യതയിലാണ്. ഈ 2025 എത്തി നിൽക്കുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ. ഇല്ല, ഈ കല്ലുകൾ എന്തെങ്കിലും നിലനിർത്തില്ല. അതിപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലുള്ള സംഭവം. നാച്ചുറലി ഫോർമേഷനാണ്. കല്ലുകൾ പൊട്ടിമാറി തങ്ങി നിൽക്കുന്നതാണ്. 1 മിനിറ്റ്. ഇതാ ഈ കല്ലുകൾ കണ്ടാൽ അറിയാം ഇതേത് സമയം കണ്ടോ. ഇതൊരത്ഭുത പ്രതിഭാസം തന്നെയാണ് സുഹൃത്തുക്കളെ. ഇതെവിടെയാണ് തങ്ങി നിൽക്കുന്നതെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കല്ലുകൾ പൊട്ടി മാറിയ ഒരു വ്യൂ ആണ് കേട്ടോ. ആരോ തികച്ചും പ്രകൃതിപരമായി സംഭവിച്ചതാണ്.
മനുഷ്യനിർമ്മിതമല്ല. ഇതാ ഇവിടെ വേലിയുള്ളത് കൊണ്ട് നമുക്ക് വ്യക്തമായി ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. എങ്കിലും അങ്ങനെ എടക്കൽ ഗുഹ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് യുവർ ട്രാവൽ? ഹൗ ऐसा ट्रैवल मेरे तो बहुत अच्छा लगा एकदम। यहाँ की वेव देखो। मैं तो इधर पहली बार आया हूँ, पहली मर्तबा इस केरला की सरजमीन पर। जो भी इधर आते हैं तो थोड़ा टाइट लगता है, लेकिन फिर भी अच्छा लगा एकदम। नेचर एकदम डिसिप्लिन, क्लीननेस, ऑलवेज बहुत पसंद आया मुझे। वेरी हैप्पी। ഷബീർ ഖാൻ കർണാടക പറയുന്നത് അങ്ങോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും തിരിച്ചെത്തിയപ്പോൾ വളരെ ഹാപ്പി ആയി എന്നാണ് അദ്ദേഹം പറയുന്നത്. റിലാക്സ് ആണ്, വളരെ ക്ലീൻ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. കേരള ഇഷ്ടമായി? केरला बहुत पसंद आया मुझे। केरला की डिसिप्लिन बहुत पसंद आ रही है। थैंक यू सर। ഓക്കെ. സൂചിപ്പാറ എന്ന് പറയുന്ന സ്ഥലം വയനാട്ടിലെ പ്രമുഖമായൊരു സ്ഥലമാണ്. വെള്ളച്ചാട്ടം, സൂചിപ്പാറ വെള്ളച്ചാട്ടം, ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അഷ്റഫ് മാഷുടെ സംഘത്തോടൊപ്പമാണ് ഇന്ന് ഞാനുള്ളത്. വയനാട്ടിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയാണ്. കുരങ്ങന്മാർ നമ്മുടെ വാഹനത്തിൽ നിന്നും ഡാൻസ് കളിക്കുകയാണ്. ഡാൻസ് അഗൈൻ ഡാൻസ്. ഓക്കെ. കുളിക്കാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റിയല്ലോ അല്ലേ? കുളിക്കാനുള്ള തയ്യാറെടുപ്പാണ്. സൂചിപ്പാറ വാട്ടർഫാളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്. ഗംഭീരായി. ഓക്കെ സർ. ഓക്കെ. ഹലോ. ഡാൻസ്. ഓക്കെ. ഡാൻസ് നോക്കി. ഹലോ ഗുബീഷ്. ഓക്കെ. എന്റെ മേലേക്ക് ചാടിയിടുമെന്ന് പേടിച്ചോണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ലതാ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓക്കെ. ഓക്കെ. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സൂചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കുറേ നടന്നു പോകാനുണ്ട് കേട്ടോ. കുറേ വണ്ടി അവിടെ നിർത്തി കുറേ നടന്നുകൊണ്ടിരിക്കുക. കുറേ നടക്കാനുണ്ട്. സൂചിപ്പാറ ഒരുപാട്, ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് നടന്നു വന്നു. പതിച്ച പാതയിലൂടെ നടന്ന് ഇനിയിപ്പോൾ താഴോട്ടിറങ്ങിയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ സൂചിപ്പാറ വെള്ളച്ചാട്ടം, അതായത് ഇതെല്ലാം കൂടി മെലിഞ്ഞു പോയിട്ടുണ്ട്. വെള്ളം കുറവാണ്. ശരിക്കും മഴക്കാലത്താണ് ഇതിൻ്റെ ഭംഗി. എങ്കിലും വെള്ളച്ചാട്ടം തന്നെയാണല്ലോ. അതെ, കുളിക്കുന്നില്ലേ?
ഓക്കെ. ആശ കുളിച്ചോ? കുളിച്ചോ? ഓക്കെ. സുഹൃത്തുക്കളെ, ഞാൻ കുളിക്കാൻ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട്? അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചോ? വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് ഇതൊരു പ്രത്യേക വൈബാണ്. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കുളിക്കണം. നമ്മൾ ഇവിടെ വന്ന് കുളിക്കണം. തീർച്ചയായിട്ടും. വയനാട്ടിൽ വന്നോ സൂചിപ്പാറ വെള്ളം കണ്ട് അതിലൊന്ന് ഇറങ്ങി ഒന്ന് കുളിച്ചെങ്കിൽ എന്താ ഒരു പ്രത്യേക വൈബാണ്. കുളിക്കാൻ തീരുമാനിച്ചോ? ആൾക്കാരൊക്കെ വന്നിട്ട് പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അത്രയും നിങ്ങൾ കുളിച്ചോ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ഒരു വൈബ് തന്നെയാണ്.
അപ്പോൾ ഞാനേതായാലും കുളിക്കാൻ അറിയില്ല. സൂചിപ്പാറ കുറച്ചുകൂടിയും വെള്ളം കൂടുതലുള്ളൊരു സമയത്തായിരിക്കും ഇതിനോട് എത്തിയിരിക്കുന്നതാണ് എൻ്റെ കാഴ്ച. പക്ഷേ വെള്ളം കുറവുള്ളതുകൊണ്ടാണ് ഇവിടെ ഇവർക്കൊക്കെ ഇറങ്ങാൻ കഴിഞ്ഞതെന്നുള്ളൊരു യാഥാർത്ഥ്യം. ഓക്കെ. ചൂരൽമലയിലൂടെ ഒന്ന് പോയി നോക്കുകയാണ്. ചൂരൽമലയിലൊന്ന് സന്ദർശിച്ച് നോക്കിയതാണ്. ഇപ്പം നിങ്ങൾ കണ്ടത് അവിടെ സൈനികർ നിർമ്മിച്ച പാലമാണ്. അതേപോലെ ഇതാ ഇവിടെ ഒരു ടൗൺ ഉണ്ട്. വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇതാണ് ആ പാലം. സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗാണ്. ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ഒന്നും പറയാൻ തോന്നുന്നില്ല. കാരണം എത്ര ജീവിതങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത്. ചൂരൽമല സന്ദർശിച്ചപ്പോൾ എന്താ തോന്നിയത്? ചൂരൽമല ഇപ്പോൾ കാണുന്ന സമയത്ത് ഒരു യുദ്ധം നടന്ന് ഒരു നാട് മുഴുവൻ നശിച്ചതുപോലെയുള്ളൊരവസ്ഥ ഇപ്പോഴും ഉള്ളത്. ആ സ്കൂൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ പുഴയുടെ ചുവടെയാണ് അത് എന്ന് തോന്നുന്നു. സ്കൂള് പുഴ നേരത്തെ ഇവിടെ ഇല്ല, പക്ഷെ പുഴയുടെ അടിയിലാണ് ഈ സ്കൂളിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്നുള്ളത്. പക്ഷേ ദൈവത്തിന്റെ ഒരു വിധിയെന്ന് ഇതിനെ കാണാൻ പറ്റും. ഇവിടെ പണി നടക്കാൻ വേണ്ടി ഇവിടെ ബെയിലി പാലം. ഏതായാലും വൈകിയാണെങ്കിലും ഇവിടെ കാണാൻ പറ്റും. അല്ല, നേരത്തെ ഇവിടെ വരണം വിചാരിച്ചായിരുന്നു, പക്ഷേ നമ്മൾ വന്ന സമയത്ത് ഇങ്ങോട്ട് കടത്തി വിടുന്നില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് കാണാൻ പറ്റി. പക്ഷെ ദുഃഖഭൂമിയാണ്. തീർച്ചയായിട്ടും ഇവിടുന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, അവിടെ പാലം വരെ അന്നും കടത്തി വിട്ടിയില്ല. എങ്ങനെ? പാലത്തിലേക്ക് വരെ അന്നും കടത്തി വിട്ടിയില്ല. അതെ കാരണം അത്രയും സങ്കടകരമാണല്ലോ. അതെ ഒരുപാട് ആൾക്കാരുടെ ജീവിതമല്ലേ ഒറ്റ രാത്രി കൊണ്ട്. നമ്മളെപ്പോലെ തന്നെയുള്ള ആളുകളല്ലേ. തീർച്ചയായും ഒരു മനുഷ്യത്വപരമായ പെരുമാറ്റം. തീർച്ചയായും ഇതിലൂടെ നടക്കുന്നവർ ശരിക്കും വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ? അതാണ് ഇന്നലെ പിണറായി പ്രസംഗിച്ച് ഇതൊന്നും അറിയാം. ഇവിടെ അവശേഷിക്കുന്ന ഏക ചായക്കടയിൽ നിന്നും നമ്മൾ ചായ കുടിക്കാൻ നോക്കാം. നേരത്തെ ഇവിടെ കച്ചവടം ചെയ്താണ്. അപ്പൊ ഇത് മാത്രമാണ് അവിടെ രക്ഷപ്പെട്ട്. അതെ, ഇത് മാത്രമാണ്. അന്ന് ഇതേ കച്ചവടം തന്നെ. ഒരു മിനി സൂപ്പർ മാർക്കറ്റ് മോഡലായിരുന്നു. ഇന്ന് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് ചായക്കാരുണ്ടാക്കി. ആളുകളൊക്കെ നിലവിലെന്ന് പറഞ്ഞാൽ വയനാട് പല ഭാഗങ്ങളിലായിട്ട് എല്ലാവരും താമസിക്കുന്നുണ്ട്. ആളെ ഉള്ളൂ. എന്റെ ഒരു സുഫൈർ. ചൂരൽമലയിൽ ഇതാ ഈ പള്ളിയുടെ തൊട്ടടുത്തുകൂടിയാണ് ജലപ്രവാഹം ഉണ്ടായതില്ലേ മാഷേ? ഓക്കെ അതാ.
സുഹൃത്തുക്കളെ, അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ അസ്രഫ് മാഷിന്റെ പ്രിയ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോ എല്ലാവരെയും വളരെ ഇഷ്ടമായി. അപ്പോ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്താണ് സ്പെഷ്യലായിട്ട് എന്താ പറയാനുണ്ടോ? ഒന്നുമില്ല, സന്തോഷം. വളരെ ഞങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള, വളരെ ഞങ്ങൾക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള, വളരെ കാര്യക്ഷമല്ല, വളരെ ടെക്നിക്കലായിട്ട്, വളരെ ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്ളോഗറെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. പിന്നെ എന്ത് സാജിദ് മാഷ് ബിഗ് സല്യൂട്ട്. താങ്ക് യു സാർ, താങ്ക് യു. ഞങ്ങളെ പരിപാടി ഫുൾ വൈബിൽ നന്ദി പറയാം. അഷ്റഫ് മാഷ് ഫ്രണ്ട്, താങ്ക് യു സാർ, താങ്ക് യു. ഇദ്ദേഹത്തിന് നമ്മൾ ബിഗ് ക്ലാപ്പ് കൊടുക്കല്ലേ? വലിയൊരു കയ്യടി, വലിയൊരു കയ്യടി. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ആരെ കാണാറ് ഈ കണ്ടുപോയല്ലോ. എനിക്ക് വളരെ ഇഷ്ടമായി. ഓക്കെ ഓക്കെ. അതായത് ഇന്നാണ് പരിചയപ്പെട്ടെങ്കിലും ഒരുപാട് കാലത്ത് ആത്മബന്ധമാണ്. തന്ന പൂ മറന്നുവോ? ഓക്കെ ഓക്കെ ഓക്കെ.